പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ഒരു അവസരം വീണ്ടും ഒരുക്കിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനകൾക്ക്, യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസൻ, അതുപോലെ തന്നെ അഭിഷക്തയായ ബീന സിസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. സംഭവങ്ങളെ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് രാത്രിയിലും ഈ പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് മറയാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാവരും ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. ഈ സമയം എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്നെ പുനഃ ജാതി അറിയിക്കാതെയിരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. മതി, കണ്ണുകളടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആരും മൗനമായിരിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയനേ, ഇത്ര നല്ലവനാം പ്രിയനേ, ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും തുടരും എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും തുണയും. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കും ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കും നോമൻ ദൈവമത്രേ. എൻ്റെ സങ്കേതവും ബലവും ചേർന്ന് പറയാമോ? ഏറ്റവും തുണയും എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും തുണയും. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കും നോമൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കും നോമൻ ദൈവമത്രേ. കണ്ണുകളടയ്ക്കാമോ? നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക്
ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ കരം നമ്മിൽ വെളിപ്പെടുവാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തിരുവചനത്തിൻ്റെ മുമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പ്രഭാതം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുണരുവാൻ. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളുടെ മുഖത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവം ഈ പകൽക്കാലം സംസാരിപ്പാൻ എല്ലാവരും ചേർന്ന് അന്യഭാഷകളൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. മാനുഷിക ശബ്ദത്തിന് ഇവിടെ ഇടമില്ല. ദൈവ ശബ്ദത്തിനാണ് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത്, കൂട്ടായ്മകളിൽ സ്വതന്ത്രം ദൈവ ശബ്ദങ്ങൾക്കാണ് വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. മാറ്റമില്ലാത്ത നിന്റെ ശബ്ദം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കർത്താവ് കർണപടങ്ങളിൽ മുഴങ്ങുവാൻ, അന്തരാത്മാവിൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക കരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഭവനങ്ങളിൽ, വ്യക്തിപരമായ മേഖലകളിൽ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളെ എല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വേഗത്തിൽ തിരുവചനത്തിൻ്റെ ചിന്തകളിലേക്ക് നമുക്ക് സ്തോത്രം കടന്നു വരാം. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 4-ാം വാക്യമാണ് നാം ഇന്ന് പകൽക്കാലം വായിച്ച തിരുവചന ഭാഗം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. 2-ാം അധ്യായം 20-ാം വാക്യം. ഒരാൾക്ക് ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിക്കാമോ? എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു. ഒരിക്കൽ കൂടെ പറയാം. മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചു. സ്തോത്രം ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. BC 465-നും 400-നും ഇടയ്ക്ക് നടന്ന സ്തോത്രം ഹല്ലേലൂയ ഒരു സംഭവത്തെ കൂടെ യഹൂദന് വന്ന് നേരിട്ട പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതാണ് ഈ പുസ്തകത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ കാതലായ ഭാഗം. ഇന്ന് പകൽക്കാലം, ഈ പ്രഭാതത്തിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ രൂപപ്പെടുമ്പോൾ അതിനനുസരിച്ച് സഭ, കൂട്ടായ്മകൾ, ദൈവമക്കൾ ഒരുപോലെ കൈകോർക്കുന്ന ഒരനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം നാം മാറണം. സ്തോത്രം ഹല്ലേലൂയ. മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളും നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകൾക്കും ചെവി കൊടുക്കാതെ ദൈവത്തിൻ്റെ നീക്കങ്ങളെയും ദൈവ പദ്ധതികളെയും തിരിച്ചറിഞ്ഞ് ശരിയായ സമയത്ത് സ്തോത്രം ദൈവത്തിന് വേണ്ടി ചലിക്കുവാൻ ഇന്ന് പകൽക്കാലം സ്തോത്രം ഈ കൂട്ടായ്മ റെഡിയാകണം. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളും ശബ്ദങ്ങളും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയിരിക്കണം. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളോട് ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ മൊർദെഖായി എസ്തേറിന് കൈമാറിയ ഒരു വലിയ ശക്തമായൊരു ദൂത. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്തേറേ, നീ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതിയാ. പക്ഷെ സ്തോത്രം രാജകൊട്ടാരത്തിൻ്റെ സൗന്ദര്യം, രാജകൊട്ടാരത്തിൻ്റെ പ്രൗഢിയും, രാജകൊട്ടാരത്തിൽ ലഭിക്കുന്ന സ്ഥാനമാനത്തിൻ്റെ മുമ്പിലും
നീ നിന്റെ പ്രമാണത്തെ വിട്ടുകളയരുതെന്ന് മൊർദെഖായി അടിവരയിട്ട് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ കൂട്ടായ്മയ്ക്ക് കൈമാറാം. സ്വത്രം ഏത് സാഹചര്യം നിന്റെ മുമ്പിൽ ഉയർന്നു വന്നാലും സ്വത്രം അവിടെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാവുന്ന ദൈവജനത്തോട് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം. സ്വത്രം ഹല്ലേലൂയ. ശത്രു ഏതെല്ലാം നിലവാരത്തിൽ നിന്റെ മുമ്പിൽ ഉയർന്നു വന്നാലും സ്വത്രം ഹല്ലേലൂയ, വിജയം നിനക്ക് മാത്രമാ. നിന്റെ കൂട്ടായ്മയ്ക്കാ, നിന്റെ ഭവനത്തിനാ, നിന്റെ വിഷയങ്ങൾക്കാണെന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. പാർസി രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദന് നേരിട്ട ഒരു വലിയ വിപത്തിനെ സ്വത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ പുസ്തകം പറയുമ്പോൾ സ്വത്രം ഇതിലെ യഥാർത്ഥ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മൊർദെഖായി എസ്തേറുമാ. സ്വത്രം. ഹല്ലേലൂയ. ഒരു വലിയ വിടുതലിന്റെ കരം, ദൈവത്തിന്റെ കരം. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. ആ സ്വത്രം പട്ടണങ്ങളിൽ വെളിപ്പെട്ടതാ ഈ പുസ്തകത്തിന്റെ കാതലായ ഭാഗങ്ങൾ. സ്വത്രം. ഹല്ലേലൂയ. 127 സംസ്ഥാനങ്ങളിൽ സ്വത്രം തിങ്ങിപ്പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട സ്വത്രം ഒരു അനുഭവമാണ് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ഈ പകൽക്കാലം നാം ചിന്തിക്കാൻ പോകുന്നത്. സ്വത്രം. ഹല്ലേലൂയ. നമുക്കറിയാം നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ സ്വത്രം ജനം സ്വത്രം പാപം ചെയ്ത് ദൈവത്തിന്റെ വഴികളിൽ നിന്നും മാറിയപ്പോൾ യെരമ്യാ പ്രവാചകൻ മൂലം ദൈവത്തിന്റെ ദൂതുകൾ പലതും അവരുടെ കാതുകളിൽ കേട്ടിട്ടും ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ സ്വത്രം തന്നിട്ടക്കാരികളായി അഹങ്കാരികളായി മനുഷ്യൻ മാറിയപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്ന വെളിപ്പാടും ദർശനമുള്ള സ്വത്രം കാഴ്ചപ്പാടുള്ള സ്വത്രം ജനത പാപത്തിലേക്ക് വഴിതിരിഞ്ഞപ്പോൾ ദൈവം നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഈ ജനത്തെ അടിക്കുവാനുള്ള വടിയെ നൽകി സ്വത്രം ഘട്ടം ഘട്ടങ്ങളായി സ്വത്രം ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. സ്വത്രം. എന്നാൽ എന്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്വത്രം. എല്ലാ കാലഘട്ടത്തിലും നിന്നെ അടിമയാക്കി വെക്കുവാൻ ദൈവം സ്വത്രം അനുവദിക്കത്തില്ല. ചില സന്ദർഭങ്ങളും നിനക്ക് തുറന്നു തരും, ചില വഴികൾ നിനക്ക് തുറന്നു തരും, പുറത്തു വരുവാനുള്ള സാധ്യതകൾ ദൈവം തുറന്നു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വത്രം. ദൈവം തെറ്റ് കണ്ടാ ശിക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത് കണ്ണടയ്ക്കുന്ന ദൈവമല്ല. നീ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കരുണയാ. സ്വത്രം. ഹല്ലേലൂയ. ദയയാ. ഹല്ലേലൂയ. നോക്കിയേ, 3 ഘട്ടങ്ങളായിട്ട് 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ സ്വത്രം ഹല്ലേലൂയ ആലയത്തെ ചുട്ടരിച്ച് മതിലുകളെ തകർത്ത് സ്വത്രം ഇസ്രായേലിൽ നിന്നും യഹൂദന്മാരിൽ സ്വത്രം സൗന്ദര്യമുള്ളവനെയും ആരോഗ്യമുള്ളവനെയും സ്വത്രം പലരെയും ആ രാജ്യത്തിൽ നിന്നും രാജാക്കന്മാരെ ഉൾപ്പെടെ സ്വത്രം അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ചില നീണ്ട നാളുകൾ ബാബിലോണിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് സ്വത്രം കോരസിന്റെ നേതൃത്വത്തിൽ ഒരു മടങ്ങിപ്പോക്കിനൊരു വാതിൽ ദൈവം തുറന്നു കൊടുത്തു. സ്വത്രം. ഹല്ലേലൂയ. ദൈവം തുറന്നു കൊടുത്തു. സ്വത്രം. ഇന്ന് രാത്രിയിൽ ദൈവം തുറന്നു തരുമ്പോൾ അതിനെ കണ്ടിട്ട് മിണ്ടാതിരിക്കരുത്. ദൈവം തുറന്നു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം വിടുതൽ തരുമ്പോൾ സ്വത്രം ആ ദൈവത്തിന്റെ വിടുതലുകളെ തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കുവാൻ ദിവസങ്ങൾ തയ്യാറാകണം. സ്വത്രം. ഹല്ലേലൂയ. നോക്കിയ 3 ഘട്ടങ്ങളായിട്ട് ബാബിലോണിലേക്ക് ചേക്കേറിയ ഇസ്രായേൽ ജനം സ്വത്രം 3 ഘട്ടങ്ങളായിട്ട് തന്നെ സെരൂബാബേലിന്റെ നേതൃത്വത്തിലും എസ്രയുടെ നേതൃത്വത്തിലും നെഹമ്യാവിന്റെ നേതൃത്വത്തിലും ജനം തിരിച്ചു മടങ്ങിപ്പോകുവാൻ ദൈവം അവസരമൊരുക്കി. സ്വത്രം. മടങ്ങിപ്പോയവർ സ്വത്രം ചിലർ സ്വത്രം മടങ്ങിപ്പോയിട്ട് തിരിച്ചു വീണ്ടും ബാബിലോണിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ സ്വത്രം നാം ചരിത്രത്തിൽ വായിക്കുന്നത് ദൈവം മടങ്ങിപ്പോകുവാൻ സ്വന്തം ഭവനമായ വാഗ്ദത്ത ദേശത്തേക്ക് സ്വത്രം ദൈവം പറഞ്ഞു പാലും തേനും ഒഴുകുന്ന ദേശം. സ്വത്രം ദൈവം വാഗ്ദത്തമായി എഴുതി നൽകിയത് ഈ ദേശം. സ്വത്രം ആർക്കാ എഴുതി നൽകിയത്? കാലങ്ങൾക്ക് മുമ്പേ അവരുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സ്വത്രം ഈ ഭൂമിയെ സ്വത്രം അവകാശമാക്കി തരും. സ്വത്രം നീ കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും സഞ്ചരിക്കണം. സ്വത്രം നിനക്ക് ഞാൻ സ്വത്രം ഈ ദേശമെല്ലാം നിനക്ക് സ്വത്രം അവകാശമായി തരും. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. ദൈവം അവകാശമായി നൽകുമെന്ന് സ്വത്രം അബ്രഹാമിനോട് പറഞ്ഞ സ്വത്രം പറഞ്ഞ നിലവാരത്തിൽ ദൈവം അവൻ അവകാശമായി കൊടുത്ത ഭൂമിയിൽ നിന്നും പാപം ചെയ്തപ്പോൾ സ്വത്രം ദൈവം പല രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ച് ഒരു സമയത്ത് ഇസ്രായേലിന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന നെബൂഖദ്നേസറിന്റെ രാജ്യത്തെ പോലും ദൈവം ഒരു സമയത്ത് സ്വത്രം ആരോഗ്യം നൽകി, സ്വത്രം ബലം നൽകി, ഈ ജനത്തെ അടിമയാക്കാനുള്ള ഒരു അവസരവും ദൈവം നൽകി. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെയും നാം തെറ്റ് ചെയ്യുമ്പോഴാണ്
നാം ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നും പോകുമ്പോഴാണ് ശത്രു നമ്മുടെ മേൽ സ്വതന്ത്രം വിജയം കൈവരിക്കുന്നത്. നമ്മുടെ സുരക്ഷിത വലയത്തെ ദൈവം മാറ്റുമ്പോഴാണ് ശത്രു നമ്മുടെ സ്വതന്ത്രം ഭവനങ്ങളിൽ പ്രവേശിക്കുന്നത്, നമ്മുടെ സഭകളിൽ പ്രവേശിക്കുന്നത്. മതിൽ പൊളിഞ്ഞു കിടക്കുന്ന പട്ടണം സുരക്ഷിതമല്ലാത്ത പട്ടണമാണ്. വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ശ്രദ്ധയോട് കേട്ടിരിക്കണം. നിന്റെ മതിൽ പൊളിഞ്ഞാൽ, സ്വത്രം ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മീയ നിലവാരത്തിന് പൊട്ടൽ സംഭവിച്ചാൽ, ആത്മീയ നിലവാരത്തിന് തകർച്ച സംഭവിച്ചാൽ, ശത്രു ഇരച്ച് നിന്റെ പട്ടണത്തിൽ കയറും. ശത്രു നിന്റെ ഭവനത്തിനകത്ത് ആധികാരികം സ്വത്രം വഹിക്കും. ശത്രു നിന്റെ ഭവനത്തിനകത്ത് വെല്ലുവിളികൾ ഉയർത്തും. ഹല്ലേലൂയ. എവിടെയൊക്കെ മതിൽ പൊളിഞ്ഞു കിടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് മിദ്യാന്യരും സ്വത്രം എന്ന് വേണ്ട ചുറ്റുമുള്ള സകല സൈന്യങ്ങളും കയറി വന്ന് അവരുടെ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ സ്വത്രം കൃഷിഫലങ്ങളും അവരുടെ സന്തതികളെയും നശിപ്പിച്ച ചരിത്രം മാത്രമേ ഇസ്രായേലിനുള്ളൂ. ഇന്ന് രാത്രിയിൽ ആത്മീയ സഭയെ സ്വത്രം നമ്മുടെ മതിലിനെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്യം ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്. നിന്റെ വീടിന്റെ ഉത്തരവാദിത്യം, നിന്റെ വീടിന്റെ കാവൽ ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ആ ഉത്തരവാദിത്യം ഏറ്റെടുക്കുവാൻ, ആത്മീയ തലം ഏറ്റെടുക്കുവാൻ ഇന്ന് പകൽക്കാലം നീ തയ്യാറാകുന്നുവെങ്കിൽ സ്വത്രം നന്മകൾ കവർന്നു കൊണ്ടുപോകുവാൻ, സ്വത്രം അനുഗ്രഹങ്ങൾ കവർന്നു കൊണ്ടുപോകുവാൻ, നിന്റെ തലമുറകളെ മിദ്യാൻ പിടിച്ചുകൊണ്ടു പോകുവാൻ, നിന്റെ തലമുറകളെ നെബൂഖദ്നേസറിന്റെ സൈന്യം പിടിച്ചു കൊണ്ടുപോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ തുറന്നു കൊടുത്തിട്ടാ, സ്വത്രം നീ അവസരം കൊടുത്തിട്ടാ, നീ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാ നിന്റെ മേൽ ശത്രു ജയഘോഷങ്ങൾ നടത്തുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണം എവിടെ വിടുന്നു അവിടെ ശത്രു പ്രബലനാകും. സ്വത്രം മൊർദെഖായി നന്നായിട്ടറിയാം. സ്വത്രം ഹല്ലേലൂയ. ഒരു യഹോവ ഭക്തനായിരുന്നു മൊർദെഖായി. കാര്യം സ്വത്രം മടങ്ങിപ്പോകാതെ 127 സംസ്ഥാനങ്ങളിൽ തിങ്ങിപ്പാർത്തിരുന്ന യഹൂദന്മാർ നോക്കിയേ, ദൈവം തുറന്നു കൊടുത്ത പട്ടണത്തിലേക്ക് പോകാതെ അവർ സ്വത്രം പിന്നീടുണ്ടായ സൗകര്യങ്ങളിൽ ഒതുങ്ങി. ഹല്ലേലൂയ. പിന്നീടുണ്ടായ സാമ്പത്തിക ഭദ്രതയിൽ ഒതുങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് അവരുടെ മുമ്പിൽ വന്ന സമാധാനം കണ്ടപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പാർക്കാൻ പറ്റിയ സ്ഥലം എന്ന് കരുതി ഒതുങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാഗ്ദത്തങ്ങൾ പലതാ, പക്ഷെ ചില ഇടങ്ങളിൽ ഒതുങ്ങിപ്പോയവരുണ്ട്. സ്വത്രം ഇന്ന് പകൽക്കാലം നിന്നെ ഇളക്കാൻ, നിന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അത് തിരിച്ചറിയാനെങ്കിലും ഇന്ന് പകൽക്കാലം നീ തയ്യാറാകണം. തിരിച്ചറിയാനെങ്കിലും തയ്യാറാകണം. സ്വത്രം, ഹല്ലേലൂയ. ദൈവം തുറന്നു കൊടുത്തിട്ടും പുറത്തേക്ക് പോകാതെ ആ പട്ടണത്തിനകത്ത് ഒതുങ്ങി അവിടുത്തെ സമൃദ്ധിയിലും സ്ഥാനമാനങ്ങളിലും അവിടുത്തെ ശ്രേഷ്ഠതയിലും ഒതുങ്ങി ഒരു ജനത അവിടെ പാർത്തു. ഹല്ലേലൂയ. 127 പട്ടണങ്ങളിൽ പാർത്തു. ഹല്ലേലൂയ. നോക്കിക്കോണേ, സ്വത്രം. ഇങ്ങനെ പാർത്തിട്ടും ദൈവത്തിന്റെ കരുണ അവരുടെ മേൽ വലുതായിരുന്നു. സ്വത്രം, ഹല്ലേലൂയ. നോക്കി, എത്രയോ അനുസരണക്കേടുകൾ നമ്മൾ കാണിച്ചിട്ടും, സ്വത്രം, ഹല്ലേലൂയ, എത്രയോ ദൈവിക ഇടപെടലുകളെ മറുതലിച്ചു പോയിട്ടും ഇന്നും നിൽക്കുന്നില്ലേ? ഇന്ന് നിൽക്കുന്നില്ലേ? ഇന്ന് നിർത്തിയിരിക്കുന്നില്ലേ? അത് ദൈവത്തിന്റെ കരുണയാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. സ്വത്രം, ചിലത് നിന്നെ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാ, ചിലത് ചില ദൈവിക നീക്കങ്ങളിലേക്ക് നിന്നെ നീക്കുവാൻ വേണ്ടിയാ. സ്വത്രം, വാഗ്ദത്തങ്ങളിലേക്ക് നീ ഇന്ന് പകൽക്കാലം സ്വത്രം കുതിച്ചു പായുവാൻ തയ്യാറാകണം. ഓക്കേ, ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കൽ സ്വത്രം സാത്താൻ ചെന്ന് നിന്നു. സ്വത്രം, ഹല്ലേലൂയ. സാത്താൻ നിൽക്കുമ്പോൾ ദൈവം സാത്താനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. സ്വത്രം, നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനുമായ എന്റെ ദാസന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ഹല്ലേലൂയ. നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ പറഞ്ഞത്, എങ്ങനെയാ ദൃഷ്ടി വെക്കുന്നത്? എങ്ങനെയാ അവനെ തൊടാൻ കഴിയുന്നത്? നീ അവനെ വേലി കെട്ടി കാവൽ ചെയ്തിരിക്കുകയല്ലേ, അവനെ സമ്പന്നനാക്കി വെച്ചിരിക്കുകയല്ലേ, അനുഗ്രഹത്തിന്റെ കലവറ തുറന്നു നീ അവനെ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ, അവന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയല്ലേ, എങ്ങനെ ഞാൻ അവനെ തൊടും? കാര്യം ദൈവത്തിന്റെ സ്തോത്രം കാവലായ ആ ചുറ്റുമതിലുണ്ടല്ലോ, ഇയ്യോബിന്റെ മേൽ ഉണ്ടായിരുന്നു. സ്തോത്രം, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം, 10-20 വർഷമായി
ദൈവത്തെ അറിഞ്ഞിട്ട് സ്നാനപ്പെട്ടിട്ട് സ്വത്രം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് സഭയിൽ വന്നിട്ട് ആത്മീയ കൂട്ടായ്മയിൽ വന്നിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. സ്വത്രം ഹല്ലേലൂയ. എന്നും പരാതികൾ മാത്രമാണ്. എന്താ ഗതി പിടിക്കാത്തത്, എന്താ പച്ച പിടിക്കാത്തത്, ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്ന് നന്നാകും, എന്നെൻ്റെ വീടിനകത്തൊരു നന്മയുണ്ടാകും, എന്നെൻ്റെ വീടിനകത്തൊരു ഉയർച്ചയുണ്ടാകും. സംഭവിക്കാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നിന്റെ ചുറ്റുമതിൽ പണിയപ്പെടാത്തത് കൊണ്ടാ, എവിടെയോ തകർന്നു കിടക്കുന്നത് കൊണ്ടാ. ദൈവത്തിൻ്റെ ചുറ്റുമതിൽ നിനക്ക് ചുറ്റും കാവലാണെങ്കിൽ നീ സ്വത്രം ദരിദ്രനായി തീരുകയില്ല, നീ സമ്പന്നനായി തന്നെ നിൽക്കുക. നിന്റെ വളർച്ച വലുതായിരിക്കും. ശത്രു പോലും എത്തി നോക്കുവാൻ കഴിയാത്ത ഒരു ആത്മീയ അന്തരീക്ഷം നിന്റെ വീടിനകത്തുണ്ടായിരിക്കും. ഇയ്യോബ് ആണ്ടുകൾ തോറും തന്റെ മക്കൾ പാപം ചെയ്തോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് സ്വത്രം അവർക്ക് വേണ്ടി മുൻകൂട്ടി യാഗങ്ങൾ നടത്തിയിരുന്നു എന്നാണ് സ്വത്രം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. യഹോവ ഭക്തനായിരുന്ന മനുഷ്യൻ ആത്മീയ നിലവാരങ്ങളെ പണിയുവാൻ സ്വത്രം ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവനായിരുന്നു. അതുകൊണ്ട് ദൈവം കരുതി ഇവന്റെ ചുറ്റും ഒരു വേലി കെട്ടി കാവൽ ചെയ്യണം, ഇവന്റെ മേൽ ഒരു ദൃഷ്ടിയും പതിക്കാതെ വണ്ണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ വളരണമോ? സ്വത്രം ആത്മീയ നിലവാരങ്ങളെ പണിയണം. നീ വളരണമോ? ആത്മീയ നിലവാരങ്ങളിലൂടെ തകർച്ചകളെ പണിയുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാട്ടുപാടിയത് കൊണ്ടോ, ആരാധിച്ചത് കൊണ്ടോ, അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ, സ്തോത്ര കാഴ്ച കൊടുത്തത് കൊണ്ടോ നിന്റെ ജീവിതത്തിനകത്ത് വളർച്ച സംഭവിക്കണമെന്നില്ല. ഹല്ലേലൂയ. ആത്മീയ നിലവാരങ്ങളിൽ വന്നുപോയ വീഴ്ചകളെ പണിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അഹശ്വേരോശിന്റെ കാലഘട്ടത്തിൽ, സൈറസ് എന്നറിയപ്പെടുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ സ്വത്രം നമുക്കറിയാം 487 BC-ലും സ്വത്രം 465 BC-ക്കും നടുവിൽ ഭരണം നടത്തിയ അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടത്തിൽ സ്വത്രം നമുക്കറിയാം ഹിന്ദുദേശം മുതൽ കൂശ് എന്ന് പറയുന്ന ദേശം വരെയും സ്വത്രം 127 സംസ്ഥാനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടം. സ്വത്രം ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നത് ശക്തമായ ഭരണങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടം. ഇന്നത്തെ ഇറാഖിൽ നടക്കുന്ന സംഭവമാ, സ്വത്രം ഇറാനിൽ നടക്കുന്ന സംഭവമാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ നടുവിലാണ് ഈ പ്രഭാതത്തിൽ സ്വത്രം ഹല്ലേലൂയ. ഞാൻ ഈ സമയം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 2-3 അലാറമെങ്കിലും ഞങ്ങളുടെ രാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം ഹല്ലേലൂയ. അലാറം കേട്ടിട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. സ്വത്രം ഹല്ലേലൂയ. യുദ്ധത്തിന്റെ നടുവിലാണ് ഞങ്ങളും പാർക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഈ യുദ്ധങ്ങൾ ദൈവസഭയ്ക്കുള്ള ചില മുന്നറിയിപ്പുകളാണ്. സ്വത്രം അത് തിരിച്ചറിഞ്ഞ് സ്വത്രം നാം ഒതുക്കിക്കൂടേണ്ടവരല്ല. ആത്മീയ തലങ്ങളിലേക്ക് ഒരു പടിയെങ്കിലും ഉയരുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് കഴിയണം. സ്വത്രം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവിക കൃപാവരങ്ങളിൽ സജീവമാകണം. സ്വത്രം ദൈവിക കൃപാവരങ്ങളിലേക്ക് നാം ഉയരുവാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. സ്വത്രം ദൈവം അവകാശമായി കൊടുത്ത ദേശങ്ങളെ കൈവശമാക്കാൻ ദൈവം സ്വത്രം അബ്രഹാമിന്റെ മുമ്പിൽ വെച്ച ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത്, നീ അതിനെ പ്രോസസ് ചെയ്യണം, അതിനെ സ്വത്രം കൈവശമാക്കണം, അതിനെ അവകാശമാക്കാൻ നീ നടക്കണമെന്നാ പറഞ്ഞു. സ്വത്രം ഹല്ലേലൂയ. എത്രയോ വാക്തത്വങ്ങൾ നമ്മുടെ തലമേലുണ്ട്. സ്വത്രം ദൈവസഭയ്ക്കകത്ത്, ദൈവിക കൂട്ടായ്മയ്ക്കകത്ത് വന്നതിന് ശേഷം എത്രയോ നന്മകളുടെ, അനുഗ്രഹങ്ങളുടെ, ഉയർച്ചകളുടെ, സ്വത്രം സാമ്പത്തിക നേട്ടങ്ങളുടെ ദൂതുകൾ കേട്ടിട്ടും ഇന്നും ആ വാക്തത്വങ്ങൾ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ സ്വത്രം കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് നീ വലിയ ദൂരം ഒന്ന് സഞ്ചരിക്കേണ്ട. ആത്മീയ തലങ്ങൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ സ്വത്രം ആ വാക്തത്വങ്ങൾ നിന്റെ കരങ്ങളിൽ ലഭ്യമാകുകയുള്ളൂ. സ്വത്രം അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. നിനക്ക് സ്വത്രം ഹല്ലേലൂയ ഈ ദേശങ്ങളെയെല്ലാം നിനക്ക് ഞാൻ അവകാശമാക്കി തരും. ദൈവം പറഞ്ഞു, നീ വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോടും സ്വത്രം 4 ദിക്കുകളിലൂടെ നീ സഞ്ചരിക്കേ. സ്വത്രം ഹല്ലേലൂയ. നീ സഞ്ചരിച്ചാൽ, നീ നടന്നാൽ നിനക്ക് ഞാൻ അവകാശമായി തരും. വീട്ടിലിരുന്ന കിട്ടുമെന്നല്ല പറഞ്ഞത്. സ്വത്രം വീട്ടിനകത്ത് മിണ്ടാതിരുന്ന കിട്ടുമെന്നല്ല, പ്രാർത്ഥിച്ചാൽ എല്ലാം വരുമെന്നല്ല, നീ പ്രവർത്തിക്കാൻ തയ്യാറാകണം. സ്വത്രം ഹല്ലേലൂയ. നീ പ്രവർത്തിക്കാൻ തയ്യാറാകണം. നിന്റെ വാക്തത്വങ്ങൾ നിന്റെ വീടിനകത്ത് വരണമെങ്കിൽ നീ സ്വത്രം പ്രവർത്തിക്കാൻ തയ്യാറാകണം. നീ സംസാരിക്കാൻ തയ്യാറാകണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും ജോർദാനും ലെബനോനും സിറിയയും സ്വത്രം ഇറാഖിന്റെ ചില ഭാഗങ്ങളും സ്വത്രം ഈജിപ്തിന്റെ ചില ഭാഗങ്ങളും അടങ്ങുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് ദൈവം അബ്രഹാമിന് വേണ്ടി വാഗ്ദത്തം ചെയ്തത്. എന്നാൽ ഇന്ന് എത്രമാത്രം അവരെ കൈവശമുണ്ട്. സ്വത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസിനകത്ത് വന്നിട്ട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കേട്ട ഇന്ന് കോടീശ്വരന്മാരായിരിക്കേണ്ടവരാ. പക്ഷെ ഇന്നും
പൂജ്യത്തിനാ. സ്വന്തം വളർച്ചയില്ല, നന്മയില്ല. കാര്യം എന്തെന്നറിയാമോ? നീ പ്രോസസ് ചെയ്യാത്തത് കൊണ്ടാ, നീ അതിനെ അവകാശമാക്കാത്തത് കൊണ്ടാ, നീ പുറത്തിറങ്ങാത്തത് കൊണ്ടാ, നീ വീടിനകത്ത് ഒതുങ്ങിപ്പോകുന്നത് കൊണ്ടാ. ചില വിഷയങ്ങളിൽ മാത്രം നീ ഒതുങ്ങി, നിന്റെ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി. ഹല്ലേലൂയ. സെൽഫായി പോകുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശാലമായി കിടക്കുന്ന ഭൂപ്രദേശമാണ് ദൈവം അബ്രഹാമിന് നൽകിയത്. ഏകദേശം 3 ലക്ഷം മൈൽ കിലോമീറ്റർ ദൂരമുള്ള വസ്തുക്കൾ ഭൂമിയ ദൈവം അബ്രഹാമിന് വേണ്ടി പ്രോമിസ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും അവന്റെ അവകാശങ്ങൾ മറ്റു പലരും ആ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ നന്മകൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്തെന്നറിയാമോ? നീ ഇറങ്ങുന്നില്ല. ഇന്ന് പകൽക്കാലം ചിലരെങ്കിലും ഇതിനകത്ത് ഈ ദൂത് മനസ്സിലാകുന്നവരുണ്ട്. അവരോട് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, നീ അതിനെ അവകാശമാക്കാൻ ഇന്ന് പ്രഭാതത്തിൽ നീ ഇറങ്ങാൻ തയ്യാറാകണം. നിന്റെ നന്മകൾ മറ്റാരുമല്ല അനുഭവിക്കേണ്ടത്, നിന്റെ ചുറ്റുപാടുകളിലും അനുഭവിക്കേണ്ടത്. നീ അനുഭവിക്കേണ്ട നന്മകൾ, നിന്റെ തലമുറകൾ അനുഭവിക്കേണ്ട നന്മകൾ, നിന്റെ വീടിനകത്ത് വെളിപ്പെടേണ്ട നന്മകൾ നീ അവകാശമാക്കാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ആത്മീയ യുദ്ധത്തിന് ദൈവമക്കൾ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വെറുതെ ഇരുന്നാൽ യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. ഒരു ആത്മീയ യുദ്ധത്തിന് വെളിപ്പാടോടുകൂടി സഞ്ചരിക്കുവാൻ ദൈവസഭ തയ്യാറാകണം. ഹല്ലേലൂയ. നോക്കിയേ, മൊർദെഖായി എന്ന മനുഷ്യൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേറിനെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവൾക്ക് കൈമാറിയ വചനമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ച കുറിവാക്യം. എസ്തേറിനോട് പറഞ്ഞത്, നീ അവിടെ പോകുമ്പോൾ, നീ ആ കൊട്ടാരത്തിനകത്ത് പോകുമ്പോൾ നിന്റെ കുലവും ജാതിയും ഒന്നും പറയാൻ നിൽക്കരുത്. ഹല്ലേലൂയ. അവിടെ പോയി നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയില്ല. അവിടെ നീ നിശബ്ദമായിരിക്കുമ്പോഴും ഹല്ലേലൂയ, നിന്റെ ഉയർച്ചയുടെ നടുവിലും മറന്നു പോകാത്ത ഒന്ന് ദൈവത്തിന്റെ പ്രമാണമായിരിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രമാണത്തിനകത്ത് കാലൂന്നി സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏത് കിഴക്കൻ കാറ്റുകൾ നിനക്ക് നേരെ ആഞ്ഞടിച്ചാലും, കൊടുങ്കാറ്റ് നിന്റെ ഭവനത്തിന് മേലെ ആഞ്ഞടിച്ചാലും, പ്രതികൂലങ്ങൾ 4 ദിക്കുകളിൽ നിന്നും തുറന്നു വന്നാലും ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയിരിക്കും. ദൈവത്തിന്റെ വചനത്തെ കയ്യിലെടുക്കാതെ നീ സിംഗിളായി സഞ്ചരിക്കുന്നത് കൊണ്ടാ, ദൈവത്തിന്റെ വചനത്തെ മറക്കുന്നത് കൊണ്ടാ നിന്റെ ജീവിതത്തിനകത്ത് ശത്രു അധികാരം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. മൊർദെഖായിക്ക് നല്ലതായി അറിയാമായിരുന്നു. ആരാ മൊർദെഖായി? ബെന്യാമിൻ ഗോത്രക്കാരന് കടിച്ചു കീറുന്ന ചെന്നായി. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ അതിരുകളിൽ പാർത്തിരുന്നവൻ, ശത്രുവിന്റെ ഗതിയും ശത്രുവിന്റെ നീക്കങ്ങളും നന്നായി അറിയുന്നവൻ. ശത്രു വരുമ്പോൾ ആദ്യം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ഗോത്രമാണ് ബെന്യാമിൻ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ കടിച്ചു കീറുന്ന ചെന്നായിക്ക് സമമായി ഇസ്രായേലിന്റെ ചരിത്ര താളുകളിൽ ബെന്യാമിൻ എന്ന ഗോത്രം ശക്തമായ ഇടപാടുകൾ നടത്തിയതായി വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഒരു തീഷ്ണതയുള്ളവനായിരുന്നു, എരിവുള്ളവനായിരുന്നു. ഇന്ന് പകൽക്കാലം നീ എരിവുള്ളവളുമായി മാറണം. നീ ഉറങ്ങുന്നവനായി മാറുകയല്ല. നിന്റെ വീടിന്റെ മുമ്പിൽ നീ ഒരു കാവൽക്കാരനായി മാറാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്നുവെങ്കിൽ, ശത്രുവിന്റെ നീക്കങ്ങളെ തിരിച്ചറിയാൻ വെളിപ്പാടും ദർശനമുള്ളവളുമായി ഇന്ന് പകൽക്കാലം മാറാൻ നീ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ വീടിനകത്ത് ഒരു ശക്തികൾക്കും അധികാരം പറയുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായിയായിരുന്നു. ഹല്ലേലൂയ. ചരിത്രങ്ങളിൽ നോക്കിയ തീഷ്ണതയുള്ളവൻ, എരിവുള്ളവൻ. ഹല്ലേലൂയ. ചിലർ ഒരു ഞായറാഴ്ച വരും, വലിയ തീഷ്ണത കാണിച്ചിട്ട് പോകും, പിന്നെ 6 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത തീഷ്ണതയ്ക്ക് വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതല്ല നിന്റെ ലൈഫിൽ എപ്പോഴും ആ തീഷ്ണത വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ആത്മാർത്ഥത ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആത്മീയ വിഷയങ്ങൾക്ക് നീ മുൻഗണന കൊടുക്കണം. ഇന്നത്തെ തലമുറകൾ വഴിതെറ്റിപ്പോയതിൻ്റെ കാര്യമെന്തെന്നറിയാമോ? ഇപ്പോഴത്തെ തലമുറകൾ ദൈവഭാഗത്ത് വരാത്തതിൻ്റെ കാര്യമെന്തെന്നറിയാമോ? ഭവനത്തിനകത്ത് ഇടിവ് നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കാവൽക്കാരാകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് വീടിനകത്ത് ബെന്തക്കോസ്, ദൈവസഭയുടെ അംഗങ്ങൾ, പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ വീടിനകത്ത് ക്രമീകരണങ്ങൾ വരുത്താൻ കഴിയാത്തതിൻ്റെ കാര്യം ഉത്തരവാദിത്വം ഏൽക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. ശത്രു നിന്റെ വീടിനകത്ത്
കയറാനുള്ള അവസരങ്ങൾ നീ കൊടുത്തത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക. ഒരു ബെന്യാമിനെ പോലെ ശത്രുവിന്റെ നീക്കങ്ങളെ തിരിച്ചറിയുന്ന ഒരു വെളിപ്പാടുള്ളവനായി ഇന്ന് പകൽക്കാലം നീ മാറാൻ തയ്യാറാകുക. ശത്രു ദൂരത്ത് നിന്ന് വരുമ്പോൾ തന്നെ ബെന്യാമിൻ ഗോത്രം തീരുമാനിക്കും അവന്റെ ബലം എത്രയാണ്, അവന്റെ സൈന്യത്തിന്റെ എണ്ണം എത്രയാണ്. സ്വത്രം അവൻ വരുന്നത് ഏത് ദിശയിലാ. സ്വത്രം അവനെ ആദ്യം ആക്രമിക്കുന്നവൻ ബെന്യാമിനാ. ആ ബെന്യാമിൻ ഗോത്രക്കാരനായ മോർദെഖായി സ്വത്രം കൈമാറിയതൊരു വാഗ്ദത്ത വചനമാ. സ്വത്രം എസ്തേരേ, നീ ഏത് ഉയരങ്ങളിൽ പോയാലും പ്രമാണത്തെ നീ വിട്ടുകളയരുത്. നീ ഏത് രാജ്യത്തിൽ പോയാലും ദൈവത്തിന്റെ പ്രമാണത്തെ വിട്ടുകളയരുത്. പ്രമാണം വിടുന്ന തലമുറകൾ സ്വത്രം രക്ഷപ്പെട്ട ചരിത്രമേ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തകർന്ന ചരിത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, അഹശ്വേരോശിന്റെ കാലഘട്ടത്തിൽ 7-ാം ആണ്ടിൽ 10-ാം മാസം വേദപുസ്തകം പറയുന്നു എസ്തേർ അഹശ്വേരോശിന്റെ രാജ്യത്തിന്റെ രാജ്ഞിയായി. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, അഹശ്വേരോശ് രാജാവിന്റെ പത്നിയായിരുന്ന വസ്തിയെ മാറ്റിയിട്ട ദൈവം എസ്തേറിനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചിലരെ മാറ്റിയിട്ടല്ലേ ഇന്ന് പകൽക്കാലം നിന്നെ സ്വത്രം ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ പേര് ഇന്നത്തെ പ്രഭാതം കാണാതെ ലോകത്തിൽ നിന്ന് പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി, കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ ആരോഗ്യമുള്ളവർ, സൗന്ദര്യമുള്ളവർ, സമ്പന്നന്മാർ, സ്വത്രം അറിയപ്പെടുന്നവർ ഈ ഭൂമുഖത്തു നിന്ന് മാറിപ്പോയപ്പോഴും നിന്നെ ഇപ്പോഴും ഈ പ്രൈമിന്റെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത് ദൈവമല്ലേ. ചിലരെ നീക്കിയിട്ട് ദൈവം നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് പകൽക്കാലം ദൈവം ചോദിക്കുക, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓ, ദൈവത്തിന്റെ ദൂതിനെ ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിയേ. ദൈവത്തിന്റെ ശബ്ദത്തെ ഒന്ന് തിരിച്ചറിയേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, നോക്കിയ വസ്തിയെ മാറ്റി. ഹല്ലേലൂയ. സൗന്ദര്യമുള്ള വസ്തി. സ്വതന്ത്രം ആരാ വസ്തി? സ്വതന്ത്രം നെബൂഖദ്നേസറിന്റെ തലമുറയിൽപ്പെട്ടതാ. നെബൂഖദ്നേസറിന്റെ കൂട്ടത്തിലുള്ളവളാ സ്വതന്ത്രം വസ്തി എന്ന് പറയുന്നവൾ. സ്വതന്ത്രം ഹല്ലേലൂയ. നോക്കിയേ, ഓ, ദൈവത്തിന്റെ പദ്ധതിയെ ദൈവം മുൻകൂട്ടി കാണുന്നവനാ. ഹല്ലേലൂയ. ശത്രുവിന്റെ നീക്കങ്ങളെ മുൻകൂട്ടി കാണുന്നവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സ്വതന്ത്രം, ഹല്ലേലൂയ. ചുമ്മാതെയല്ല വസ്തിയെ മാറ്റിയത്, എസ്തേറിനെ അവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകൽക്കാലം നാം ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ദൈവത്തിൻ്റെ കരമായി, ദൈവത്തിൻ്റെ നാവായി നിൽക്കാൻ ദൈവം നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരാമേ പറയാമോ? സ്വത്രം മനസ്സിലാക്കുക. സ്വത്രം, ദൈവത്തിന് അടുത്ത കാലഘട്ടങ്ങളെ ചലിപ്പിക്കുവാൻ, അടുത്ത മണിക്കൂറുകളെ ചലിപ്പിക്കുവാൻ ഒരു ദൈവ പൈതലിനെ ദൈവത്തിന് ആവശ്യമാണ്. എല്ലാ കാലഘട്ടത്തിലും ദൈവം അങ്ങനെ ചിലരെ ദൈവം തെരഞ്ഞെടുക്കും. സ്വത്രം, ഹല്ലേലൂയ. നോക്കിയേ, സ്വത്രം ഇസ്രായേലിന്റെ മണ്ണിൽ സ്വത്രം വളർന്നവൾ, സ്വത്രം അടിമപ്പാളയത്തിനകത്ത് വളർന്നവൾ, സ്വത്രം ദൈവിക പ്രമാണത്തിൽ നിന്നവളെ ദൈവം ചരിത്രത്തിന്റെ താളുകളിലേക്ക്, ദൈവത്തിന്റെ ഒരു പദ്ധതിയിലേക്ക് ദൈവം തെരഞ്ഞെടുക്കുന്ന കാഴ്ച നോക്കിയേ. അഹശ്വേരോശിന്റെ കൊട്ടാരത്തിലേക്ക് എസ്തേറിനെ സ്വത്രം ദൈവം കൊണ്ട് സ്ഥാപിച്ചത് വെറുതെയൊന്നുമല്ല. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് വെറുതെയല്ല. നിന്നെ നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവനായി നിർത്തിയിരിക്കുന്നത്, ദേശങ്ങൾ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് വെറുതെയല്ല. നീ ഒരു തീക്കഷ്ണമായി പുറത്തു വാ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളും മുമ്പിലുള്ള പ്രശ്നങ്ങളെയും വാരി നിരത്തി സങ്കടത്തോട് കണ്ണുനീരോടുകൂടി ഇരിക്കാതെ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പദ്ധതികളും തിരിച്ചറിയുന്ന വെളിപ്പാടുകളിലേക്ക് ഇന്ന് പകൽക്കാലം നീ ഒന്ന് ചുവടർപ്പിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിച്ചിട്ട എസ്തേർ അവിടെ വന്നത്. സ്വത്രം, ദൈവം ആഗ്രഹിച്ചിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ യുദ്ധത്തിന് എത്ര പേർ തയ്യാറാണ്? സ്വത്രം, എൻ്റെ വീടിൻ്റെ നന്മകളും എൻ്റെ വീടിനകത്ത് വെളിപ്പെടേണ്ട അനുഗ്രഹങ്ങളും സ്വത്രം കവർന്നുകൊണ്ടുപോകുന്ന സാത്താൻ്റെ കയ്യിൽ നിന്നും ചിലതിനെ പിടിച്ചു വാങ്ങുവാൻ എത്ര പേർ തയ്യാറാണ്? സ്വത്രം, നീ മനുഷ്യന്റെ പുറകെ ഓടിയത് മതിയാക്ക്. സ്വത്രം, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പുറകെ ഓടിയത് മതിയാക്ക്. സ്വത്രം, ജഡീകന്മാരായ പലരുടെയും പുറകെ നടന്ന് നിന്റെ ആത്മീയ നിലവാരം തകർത്ത് കളയാതെ ദൈവിക നിയോഗങ്ങളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് നിറവിൽ വെളിപ്പാടോടുകൂടി സഞ്ചരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്ക്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവിക കൃപാവരങ്ങളിൽ സജീവമായി ജീവിക്കുന്ന ദൈവമക്കളെ ദൈവം ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുക്കും, അവൻ പുറത്തിറക്കും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, ഉഴപ്പന്മാരെ എൻ്റെ കർത്താവിന് വേണ്ട.
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ 2000 സ്വത്രം സ്വത്രം ഹല്ലേലൂയ സ്വത്രം പഠനമെല്ലാം സ്വത്രം പരാജയമായപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, നീ നേരെ ബൈബിൾ കോളേജിൽ പൊയ്ക്കോ. സ്വത്രം ഹല്ലേലൂയ. പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. സ്വത്രം തോക്കുന്നവൻ ബൈബിൾ കോളേജിൽ പോകണം. സ്വത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. പഠിക്കാത്തവൻ മണ്ടൻ ബൈബിൾ കോളേജിൽ പോകണം. സ്വത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്വത്രം. അങ്ങനെ ബൈബിൾ കോളേജിൽ പോയ ഒരുപാട് ദൈവദാസന്മാർ ഇന്ന് സ്വത്രം അണിയറയിലുണ്ട്. സ്വത്രം ഹല്ലേലൂയ. അവർ പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന് മണ്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. സ്വത്രം ഹല്ലേലൂയ. ബുദ്ധിയുള്ളവരെ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ലോജിക്കൊക്കെ നോക്കും. സ്വത്രം ഹല്ലേലൂയ. ദൈവത്തിന് അത് താല്പര്യമില്ല. ദൈവത്തിന് മണ്ടന്മാരെ ആവശ്യം. അവൻ സ്വത്രം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായി തിരഞ്ഞെടുക്കുന്നവന്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം ദൈവത്തിന്റെ സന്നിധിയിൽ സ്വത്രം നീ ഒരു പോഷനായി മണ്ടനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ വെളിപ്പാടുകൾ നിന്നെ ചലിപ്പിക്കും, നിന്റെ തലമുറകളെ ചലിപ്പിക്കും. നീ ഒരു വിഷയത്തിന്റെ പിറകെ സ്വത്രം യാചിച്ച് നടക്കേണ്ട ഗതിയിലേക്ക് ദൈവം മാറ്റത്തില്ല. സ്വത്രം ദൈവം തക്ക സമയത്ത് ചിലരെ നിന്റെ അരികിലേക്ക് അടുപ്പിച്ചു തരും. നോക്കിയേ സ്വത്രം ദൈവഭക്തനായ മൊർദെഖായി സ്വത്രം നോക്കിയേ സ്വത്രം കാലങ്ങൾക്കപ്പുറത്ത് സ്വത്രം 127 പട്ടണങ്ങളിൽ പാർക്കുന്ന യഹൂദന്മാർക്ക് വന്നു ചേരാൻ പോകുന്ന സ്വത്രം വലിയ പ്രതിസന്ധിയെ ആത്മീയ കണ്ണിലൂടെ കണ്ടു. എന്ന് വെച്ചാൽ ദൈവം കണ്ടത് സ്വത്രം തന്റെ ഭക്തനായ മൊർദെഖായി കണ്ടു. സ്വത്രം അതിനുവേണ്ടിയാ സ്വത്രം അവന്റെ ഓരോ ചുവടുകളും നമുക്ക് കാണാൻ കഴിയും. സ്വത്രം നോക്കി ഹാമാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ സ്വത്രം മൊർദെഖായി എഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം ഹാമാൻ ഉറക്കമെണീക്കുന്നതിന് മുമ്പേ നിന്നെ തകർക്കുവാൻ വേണ്ടി, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ നീ അവനെതിരെ എഴുന്നേൽക്കുന്ന വെളിപ്പാടുള്ളവനായി മാറണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇത് ഹാമാനും വരും. സ്വത്രം എല്ലാവരും വന്നിട്ടാണ് നമ്മൾ ഉണരുന്നത്. സ്വത്രം ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം അതാ. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ വളരാത്തതിൻ്റെ കാര്യം എന്താ? നമ്മൾ ആത്മീയമായി ഉയരാത്തതിൻ്റെ കാര്യം എന്താ? നമ്മുടെ ചുറ്റുമുതൽ പണിയപ്പെടാത്തത് കൊണ്ടാണ്. ആത്മീയ തലം രൂപപ്പെടാത്തത് കൊണ്ടാണ്. സ്വത്രം നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധന മുടക്കാതെ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പരാജയം. കാര്യം എന്താണെന്നറിയാമോ? ആത്മീയ തലത്തിലേക്ക് വരണം. സ്വത്രം ആ വെളിപ്പാടിലേക്കൊന്ന് വരണം. ഒരിക്കൽ സ്വത്രം ഹല്ലേലൂയ എസ്തേറിന്റെ പുസ്തകത്തിന് ചില ആളുകൾക്ക് മുമ്പേ സ്വത്രം 3 തവണകളായി മടങ്ങിപ്പോയവരെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആ കൂട്ടത്തിൽ സ്വത്രം ഒരു ജനതയെ കൊണ്ടുപോകുവാൻ ദൈവം നിയോഗിച്ച മകനാണ്. സ്വത്രം ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് സ്വത്രം നെഹമ്യാവ്. സ്വത്രം ഹല്ലേലൂയ. നെഹമ്യാവ് തന്റെ കൊട്ടാരത്തിനകത്ത് തന്റെ താൻ ജോലി ചെയ്യുന്ന കൊട്ടാരത്തിനകത്തിരിക്കുമ്പോൾ സ്വത്രം പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോയ ഒരു കൂട്ടം പോയിട്ട് അതിൽ ചിലർ മടങ്ങി വന്നു. സ്വത്രം അവർ വന്നവരോട് ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു പ്രവാസത്തിൽ പോയവർ? ഹല്ലേലൂയ. പ്രവാസത്തിൽ പോയവർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വത്രം പ്രവാസത്തിൽ പോയിരിക്കുന്ന ജനം സ്വത്രം വലിയ കഷ്ടത്തിലും വലിയ നിരാശയിലും സ്വത്രം ഹല്ലേലൂയ വലിയ സ്വത്രം അപമാനത്തിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ഓക്കെ, ദൈവം തുറന്നു കൊടുത്ത വാതിലൂടെ വാഗ്ദത്ത ഭൂമിയിൽ പോയവൻ, സ്വത്രം ദൈവത്തിന്റെ സന്നിധിയിൽ പോയവൻ, ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഭൂമിയിൽ പോയവൻ ഇരിക്കുന്ന അവസ്ഥ എന്താ? മഹാകഷ്ടത്തിൽ അപമാനത്തിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്താ കാര്യം? സ്വത്രം ഹല്ലേലൂയ. അടുത്ത വാക്യം നാം കാണുന്നത്, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ ചുറ്റും കിടക്കുന്നു. സ്വത്രം ഹല്ലേലൂയ. സുരക്ഷിതമായിരിക്കേണ്ട ജനം സുരക്ഷിതമല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. സുരക്ഷിതത്വം നൽകുന്നത് ദൈവമാണ്. സ്വത്രം നിന്നെ സുരക്ഷിതമാക്കുന്ന ദൈവമാണ്. സ്വത്രം ഹല്ലേലൂയ. നോക്കി, ആത്മീയ തലം തകർന്നിരിക്കുന്നു എന്ന് നെഹമ്യാവിന് സ്വത്രം ദൈവം വെളിപ്പെടുത്തിയപ്പോൾ നെഹമ്യാവ് ഒരു കാര്യം തീരുമാനിച്ചു. സ്വത്രം മടങ്ങിപ്പോയി മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്ന ജനത്തിന് കുറച്ച് ആഹാരമെല്ലാം മേടിച്ചു കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് മടങ്ങി വരാമെന്നാണോ ചിന്തിച്ചത്? അല്ല, ചുറ്റുമതിൽ പണിയണം. സ്വത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ വീടിന്റെ തകർച്ച നിനക്ക് നന്നായിട്ടറിയാം. നിന്റെ വീടിന്റെ തകർച്ച നിനക്ക് നന്നായിട്ടറിയാം. അതിനെ പണിയാൻ നീ തയ്യാറാകുക. എവിടെയാണ് പരാജയം സംഭവിച്ചിരിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇന്നും നീ ആ ലെവലിലേക്ക് ചിന്തിക്കാതെ മറ്റു പല പരിപാടികളെ നോക്കി ക്രമീകരണം കൊണ്ടുവരാൻ നോക്കുകയാ. സ്വന്തം തകർന്നു കിടക്കുന്ന മതിലുകളെ സ്വത്രം ഹല്ലേലൂയ പണിയുവാൻ ഇന്നും പകൽക്കാലം നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, ആത്മീയ തലങ്ങളെ പണിയുവാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം 26 ചലിക്കും.
ഹല്ലേലൂയ. എത്രയോ ദൂത് കേട്ടു, 25, 24, 23, 22 സ്വന്തം ദൂതുകളെല്ലാം ആ വർഷങ്ങളിൽ നിൽക്കുകയാ. ഇന്നും നിന്നെ തേടി വരാത്തതിന്റെ കാര്യമെന്തെന്നറിയാമോ? സ്വന്തം തകർന്നു കിടക്കുന്ന മതിൽ നീ പണിയാത്തത് കൊണ്ടാ, നിന്റെ ആത്മീയ വീഴ്ചകളെ പണിയാത്തത് കൊണ്ടാ. എവിടെയൊക്കെയോ ദൈവത്തിന്റെ സന്നിധിയിൽ വീണുപോയ മേഖലകളും എവിടെയൊക്കെയോ ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വണ്ണം സ്വന്തം തടയപ്പെട്ടിരിക്കുന്ന മേഖലകളും തിരിച്ചറിഞ്ഞ് അതിനെ ക്രമീകരിക്കാത്തത് കൊണ്ടാ. സ്വന്തം നെഹമ്യാവ് ഒരു കാര്യം തീരുമാനിച്ചു, തകർന്നു കിടക്കുന്ന മതിലിനെ പണിതാൽ ഇസ്രായേൽ സുരക്ഷിതമാകും, സ്വന്തം സുരക്ഷിതമാകും. അവരുടെ നന്മകളെ കവർന്നു കൊണ്ടുപോകുവാൻ ഇനി ഒരു ശത്രു അവന്റെ ഭവനത്തിനകത്ത്, അവന്റെ കൊട്ടാരത്തിനകത്ത്, അവന്റെ രാജ്യത്തിനകത്ത് പ്രവേശിക്കാതെ വണ്ണം സ്വന്തം അതിനെ അടയ്ക്കുവാനുള്ള പദ്ധതിയാണ് നോക്കിയത്. ഹല്ലേലൂയ. ഒരു ദൈവദാസന്മാരും സ്വത്രം ഈ നിലവാരങ്ങൾ നിങ്ങളെ പറഞ്ഞു തരത്തില്ല. ഇന്ന് പകൽക്കാലം വചനത്തിൽ കാലൂന്ന് സ്വത്രം ഹല്ലേലൂയ ആരും നിങ്ങൾക്ക് ഈ ലെവല് പറഞ്ഞു തരത്തില്ല. നീ ഇങ്ങോട്ട് കൊണ്ടുവാ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, സ്വത്രം നിനക്ക് നന്മ വരും. സ്വത്രം ഹല്ലേലൂയ. ആത്മീയ തലങ്ങളെ പണിയുവാൻ ദൈവമക്കൾ തയ്യാറാകണം. ഈ ദൂത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്റെ പരാജയം ഞാനാണ് കർത്താവേ. ഒരിക്കൽ സ്വത്രം ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ യോന സ്വത്രം ദൈവത്തിന്റെ നിയോഗത്തിൽ പുറപ്പെട്ടു. സ്വത്രം ഹല്ലേലൂയ. പക്ഷേ സ്വത്രം ദൈവം പറഞ്ഞെടുത്ത് പോകാതെ ദൈവം പറയാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ അവൻ പ്ലാൻ ചെയ്തു. എന്നാൽ യാത്രമധ്യേ ദൈവം അവനെ തൊട്ട് അവൻ ആ സ്വത്രം സഞ്ചരിക്കുന്ന വാഹനത്തെ, കപ്പലിന്റെ ദൈവം കടലിനകത്ത് ഒരു വലിയ സ്വത്രം ഒരു സ്വത്രം തിരമാലയ്ക്കുള്ളിലൂടെ കടത്തിവിട്ടു, കൊടുങ്കാറ്റിലൂടെ കടത്തിവിട്ടു. സ്വത്രം ഹല്ലേലൂയ. കപ്പലിലുള്ളവർ പറഞ്ഞു സ്വത്രം ഹല്ലേലൂയ അവർ പല മാർഗങ്ങൾ നോക്കിയിട്ട് അതിനെ നിർത്തുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സ്വത്രം ചീട്ടിട്ട് നോക്കി, ആര് കാരണമാ സ്വത്രം ആ പടക് ഇങ്ങനെ ഉലയുന്നത്? ആരുടെ വിഷയത്തിലാ സ്വത്രം ഈ കപ്പൽ ഇങ്ങനെ പ്രതികൂലമായത്? ഹല്ലേലൂയ. ചീട്ട് വീണത് യോനയ്ക്ക. സ്വത്രം ഹല്ലേലൂയ. യോന ഒഴിഞ്ഞു മാറിയില്ല. ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞു മാറുന്ന അനുഭവങ്ങൾ മാറട്ടെ. സ്വത്രം ഇതെന്റെ വിഷയമല്ല, എൻ്റെ ഹസ്ബൻഡിന്റെ വിഷയമാ. ഇതെന്റെ വിഷയമല്ല, എൻ്റെ മക്കളുടെ വിഷയമാ. സ്വത്രം ഇതെന്റെ ഭാര്യയുടെ വിഷയമാ, എൻ്റെ അമ്മയുടെ വിഷയമാ, മറ്റുള്ളവരുടെ വിഷയമാ. നീ പറഞ്ഞ് ഈ സെൽഫ് ഗോളുകൾ അടിച്ച് ജീവിതത്തിനകത്ത് നന്മകളെ മുടക്കാതെ പണിയുവാനൊന്ന് തയ്യാറാക്. സ്വത്രം മാറി മാറി നിൽക്കാതെ, ഒറ്റയ്ക്ക് നിൽക്കാതെ നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കാൻ തയ്യാറാക്. യോന പറഞ്ഞത് ഇങ്ങനെയാ, സ്വത്രം ഞാനാ കാരണം, ഞാനാ. ഇന്ന് പകൽക്കാലം സമ്മതിക്കാൻ തയ്യാറാക്. നിന്റെ കുറവിനെ സമ്മതിക്കാൻ തയ്യാറാക്. നിന്റെ പരാജയത്തെ സമ്മതിക്കാൻ തയ്യാറാക്. യോന പറഞ്ഞത് ഞാനാ, എന്നെ എടുത്ത് കടലിലിട്ടാൽ ഈ വിഷയം പരിഹരിക്കപ്പെടും. ഇന്ന് പകൽക്കാലം നീ സമ്മതിക്കാൻ തയ്യാറാക്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഒരു പുതിയ തീരുമാനം എടുക്കാൻ തയ്യാറാകാമോ? സ്വത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ പരമ്പരയിൽപ്പെട്ട മോർദെഖായി ഒരു ആത്മമനുഷ്യനായിരുന്നു. സ്വത്രം അവൻ സ്വത്രം കാറ്റുകളെ തിരിച്ചറിയുന്നവനായിരുന്നു. സ്വത്രം അന്തരീക്ഷം മാറുമ്പോൾ അവൻ തിരിച്ചറിയും. സ്വത്രം ഇന്ന് പകൽക്കാലം നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറുമ്പോൾ നീ അറിയണം. സ്വത്രം എല്ലാം സംഭവിച്ചതിന് ശേഷം കാറ്റ് വന്ന്, കൊടുങ്കാറ്റ് വന്ന് നിന്റെ വീട് തകർന്ന് തരിപ്പണമായിട്ടല്ല സ്വത്രം നിന്നെ സ്വത്രം നീ ഉണരേണ്ടത്, നീ എഴുന്നേൽക്കേണ്ടത്. ഇന്ന് പകൽക്കാലം അന്തരീക്ഷം മാറുമ്പോൾ, പ്രകൃതി മാറുമ്പോൾ സ്വത്രം നീ തിരിച്ചറിയണം. നിന്റെ വീടിനകത്ത് കൊടുങ്കാറ്റടിക്കുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ ഇന്ന് പകൽക്കാലം നീ തീരുമാനമെടുക്കാമോ? സ്വത്രം ആ നിലപാടെടുത്തവനാണ് മോർദെഖായി. തങ്ങളുടെ ജനത്തിന് മേലെ 127 പട്ടണങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന കൊടുങ്കാറ്റിനെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ. ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. ഒരു വേള കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കൊട്ടാരത്തിന്റെ വെളിയിൽ കാവലിരുന്നു. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. എന്തെന്നറിയാമോ? സ്വത്രം അവരറിയാം ദൈവം പ്രവർത്തിക്കുന്നവനാ, ദൈവം കര നീട്ടുന്നവനാ. ഇന്ന് പകൽക്കാലം സ്തോത്രം ശൂന്യതയിൽ നിന്നുകൊണ്ട് കരമുയർത്തി ഒന്ന് പറ, എൻ്റെ ശൂന്യതകളെ പണിയുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാ. സ്വത്രം നിനക്ക് കാണാൻ കഴിയാത്ത, നിന്റെ കണ്ണിൻ മുമ്പിൽ വെളിപ്പെടാത്ത ശത്രുവിൻ്റെ നീക്കങ്ങളെ സ്വത്രം ആത്മദൃഷ്ടിയിൽ തിരിച്ചറിഞ്ഞ് അതിനെതിരെ സ്വത്രം ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്ക്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിന്റെ കരമുയർത്ത്. നിന്റെ നിഷ്കളങ്കതയിൽ ദൈവത്തോട് പറ, കർത്താവേ സ്വത്രം ഈ തിരമാലയുടെ നടുവിൽ, സ്വത്രം ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ ഞാനും എന്റെ കുടുംബവും സുരക്ഷിതമായിരിക്കാൻ നിന്റെ ചുറ്റുമതിൽ ഞങ്ങളുടെ മുമ്പിൽ പണിയണമേ. നിന്റെ ചുറ്റുമതിൽ ഞങ്ങളുടെ മുമ്പിൽ പണിയണമേ. സെഖര്യാവിന്റെ പുസ്തകത്തിനകത്ത് പറയുന്നു, ഞാൻ നിനക്ക് തീമതിലായിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തീമതിൽ ഓരോ ഭവനങ്ങൾക്കകത്തും വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ മതിലുള്ളവൻ, ദൈവത്തിന്റെ സംരക്ഷണ ഉള്ളവൻ, ദൈവം വേലികെട്ടി കാവൽ ചെയ്തവന്റെ നന്മയെ മുടക്കുവാൻ, നന്മയെ കവരുവാൻ, സ്വത്രം അനുഗ്രഹങ്ങളെ പിടിച്ചു പറിക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. സ്വത്രം എന്തുകൊണ്ട് പരാജയം സംഭവിക്കുന്നു? ഇന്ന് പകൽക്കാലം പണിയാൻ നീ ഒന്ന് തയ്യാറാക്. ഹല്ലേലൂയ.
സ്വത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വത്രം. എന്താ പരാജയത്തിന്റെ കാര്യമെന്ന് നോക്കിയാൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യം ഞാൻ വേഗത്തിൽ വായിച്ചു പോകാം. സ്വത്രം, അവിടെ പറയുക, ദൈവം പറയുക, സ്വത്രം, എന്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെയും ഞാൻ അവിടെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഇടിവ് നിൽക്കുവാൻ സ്വത്രം ഒരു പുരുഷനെ അന്വേഷിച്ചു. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. നശിപ്പിക്കുന്ന സ്വത്രം, ദൈവജനത്തെ ഇല്ലാതാക്കുന്ന ശത്രുവിന് നേരെ സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, ദൈവത്തിനു വേണ്ടി സ്വത്രം നിലകൊള്ളുവാൻ, ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാൻ, സ്വത്രം, ഹല്ലേലൂയ, ദൈവം അന്വേഷിച്ചപ്പോൾ ആരെയും കണ്ടില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ വീടിന്റെ ഉത്തരവാദിത്യം, നിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്യം നീ ഏൽക്കാനൊന്ന് തയ്യാറാകണം, കാവൽ ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. നിന്റെ വീടിന്റെ ഉത്തരവാദിത്യം നീ ഏറ്റെടുക്കാൻ തയ്യാറാകണം. മറ്റുള്ളവരുടെ മേൽ മാറ്റിക്കൊടുത്തിട്ട് നീ ഫ്രീ ആയിരിക്കാതെ ഉത്തരവാദിത്യം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദേശത്തിന്റെ വീടിന്റെ കാവൽക്കാരായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാവൽക്കാരായി വെച്ചിട്ടും സ്വത്രം, ആ കാവൽ നന്നായി ചെയ്യാത്തവർ നോക്കിയേ. 127 പട്ടണങ്ങൾ പാർക്കുന്ന യഹൂദന്മാരുടെ ഉത്തരവാദിത്വം ഒരുവൻ ഏറ്റെടുത്തു, മൊർദെഖായി. അവൻ സ്വത്രം, ഹല്ലേലൂയ, പ്രാർത്ഥനയോട് കൂടി ഇരുന്നു. നോക്കിയേ, ഒരു ആത്മീയ യുദ്ധമാണ് ആ കളത്തിൽ നടന്നത്. സ്വത്രം, ഹല്ലേലൂയ. യഹൂദന്മാർക്ക് നേരെ ഹാമാൻ ശക്തമായ ഇടപെടൽ നടത്തിയപ്പോൾ സ്വത്രം, ആ കൊട്ടാരത്തിൽ എസ്തേറിന് പകരം വസ്തിയായിരുന്നു ഇരുന്നുവെങ്കിൽ സ്വത്രം, യഹൂദന്മാരെ ഉന്മൂലനം ചെയ്ത് യഹൂദന്മാർക്ക് എപ്പോഴും പ്രതികൂലമായി നിന്ന നെബൂഖദ്നേസറിന്റെ സന്തതിയായ വസ്തി ഒരിക്കലും യഹൂദൻ അനുകൂലമായി നിൽക്കത്തില്ല. അത് ദൈവത്തിന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം അവളെ മാറ്റിയിട്ട് എസ്തേറിനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം, ഇന്നും നീ നിൽക്കുന്നത്, ചിലരെ മാറ്റി ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നത് സ്വത്രം, ചിലർ ഇരുന്നിരുന്നുവെങ്കിൽ നീ ഇന്ന് ഇവിടെ കാണത്തില്ലായിരുന്നു. ചിലർ ഇരുന്നിരുന്നുവെങ്കിൽ നീ ഇവിടെ കാണത്തില്ലായിരുന്നു. ഭൂമിയുടെ മുഖത്ത് പോലും നീ ഉണ്ടാകത്തില്ലായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാ, ദൈവത്തിൻ്റെ കരുണയാ. ദൈവം സകലതും അറിയുന്നവനാ, ദൈവമെല്ലാം അറിഞ്ഞു ചെയ്യുന്നവനാ, നാളുകളെ നന്നായി അറിയുന്നവനാ എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, സ്വത്രം, പ്രതിസന്ധി വർദ്ധിച്ചപ്പോൾ, ഹാമാന്റെ പ്രതികൂലം വർദ്ധിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്വത്രം, ഹാമാൻ എസ്തേറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ സമയം മിണ്ടാതിരുന്നാൽ, ഹാമാൻ സ്വത്രം, മൊർദെഖായി സ്വത്രം പറഞ്ഞത്, നീ സമയം മിണ്ടാതിരുന്നാൽ, സ്വത്രം, ഹല്ലേലൂയ, ഒരു സ്വത്രം, കുറ്റബോധം തോന്നി. സ്വത്രം, എസ്തേർ തന്റെ സ്ഥാനമാനങ്ങളിലേക്ക് വന്നപ്പോൾ സ്വത്രം പ്രതികരിക്കുന്നില്ല എന്നൊരു ചിന്ത മൊർദെഖായിയുടെ ഉള്ളിനകത്ത് കത്തി. സ്വത്രം, ഇന്ന് പകൽക്കാലം പല കൂട്ടായ്മയ്ക്കകത്തും സ്വത്രം, ദൈവപ്രവൃത്തി സ്വത്രം വെളിപ്പെടുന്നില്ലല്ലോ എന്ന ഭാരത്തോടിരിക്കുന്ന അഭിഷക്തന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. സ്വത്രം, ഹല്ലേലൂയ. എന്നാൽ സ്വത്രം, ദൈവമക്കളെ, കൈകോർക്കാൻ തയ്യാറാകണം. ഒരുമിച്ച് കൂടിയിടത്തെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വത്രം, ഹല്ലേലൂയ. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നുവെങ്കിൽ, സ്വത്രം, സഭ ഒരുമിച്ച് കൂടി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് സംഭവിച്ചുവെങ്കിൽ, കൂടി വരുന്നിടത്ത്, ഐക്യതയുള്ളിടത്ത്, സ്വത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്വത്രം, ഹല്ലേലൂയ, പാരമ്പര്യങ്ങളും സ്വത്രം നിന്റെ പ്രൗഢിയും വെളിപ്പെടുത്തേണ്ട സമയമല്ല ഇത്. പ്രമാണത്തിൽ നിൽക്കേണ്ട സമയമാ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയമാ ഇവിടെ. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, ചരിത്രങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വത്രം, ഹല്ലേലൂയ, ഉയർച്ചകൾ കാണിക്കുവാനുള്ള ഇടമല്ല ഇവിടെ. ആത്മാവിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ആത്മീയ യുദ്ധത്തിന് തയ്യാറാകേണ്ട കാലഘട്ടമാ. ഒരു ശേഷിപ്പ് ഈ മണ്ണിൽ നിന്നും പുറപ്പെടാൻ പോകുക. ഈ ഭൂമിയിൽ ദൈവസഭ നിൽക്കുന്നത് കൊണ്ടാ ഈ ഭൂമി നശിക്കാതെ ഇരിക്കുന്നത്. നീയും ഞാനും ഇവിടെ ഉള്ളത് കൊണ്ടാ സ്വത്രം, ഇവിടുത്തെ ഭരണങ്ങൾ ഇങ്ങനെയെങ്കിലും പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതോ മോദി ഭരിച്ചത് കൊണ്ടോ, പിണറായി വിജയൻ ഭരിച്ചത് കൊണ്ടോ, നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, സ്വത്രം, ഒരാളുടെയും ഭരണത്തിന്റെ മികവല്ല. ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാ. ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്ന ദൂത് എൻ്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഓടിയെത്തി. സ്വത്രം, ഹല്ലേലൂയ. ഈ സഭയോട് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയൊരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. സ്വത്രം, കേരളത്തിനകത്ത് സ്വത്രം, ദൈവം ശക്തമായ സ്വത്രം ഒരു പ്രതികൂലം അഴിച്ചുവിടാൻ പോകുക. സ്വത്രം, നിന്നെ ഇളക്കാൻ, സ്വത്രം,
ഹല്ലേലൂയ, കേരളത്തെ ഇളക്കുവാൻ സ്വത്രം ഉറങ്ങിയിരിക്കുന്ന ചില സംഘടനകളെയും നേതാക്കന്മാരെയും സഭയെ ഇളക്കുന്ന ഒരു വലിയ പ്രതികൂലം കേരളത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. എഴുതി വെച്ചോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആത്മീയ യുദ്ധത്തിന് നീ തയ്യാറായില്ലെങ്കിൽ ഒരു വലിയ കോലാഹലങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വെളിപ്പെടാൻ പോകുക. സ്വത്രം അശാന്തിയും സ്വത്രം ഹല്ലേലൂയ സമാധാനമില്ലായ്മയും സ്വത്രം കേരളത്തിൽ ഒരു പാട്ടായി മാറുന്ന നിലവാരത്തിൽ കേരളം മാറാൻ പോകുക. ദൈവം അനുഗ്രഹിച്ച് ദൈവം തെരഞ്ഞെടുത്ത ജനത സ്വത്രം മറ്റെല്ലാവരെക്കാളും മോശമായ അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയരെന്ന് പറയുന്ന നേതാക്കന്മാർ പോലും രാഷ്ട്രീയത്തിലേക്ക് പോലും കൈനീട്ടിക്കൊണ്ട് സ്വന്തം ദൈവഹിതമില്ലാത്ത വഴികളിലേക്ക് ചലിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ? രാഷ്ട്രീയം പറയാം, നിന്റെ വീട് അനുവദിക്കരുത്. ഒരു രാഷ്ട്രീയക്കാരനും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. നീ പ്രമാണം വിട്ടാൽ നീ പരാജിതനായി തീരും. സ്വന്തം സ്വർഗത്തിൽ നീ കയറുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു രാഷ്ട്രീയക്കാരന്റെയും സ്വത്രം അനുകൂലമായി നിന്റെ നാവ് ഉയരരുത്. നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി മാറണം. മോർദെഖായി പറഞ്ഞത്, എസ്തേരേ, നീ അവിടെ പോയിട്ട് നിന്റെ കുലവും ജാതിയും ഒന്നും പറയരുത്, എങ്കിലും നീ പ്രമാണം വിടരുത്. ഏത് ഭരണം സംഭവിച്ചാലും, ഇനി BJP കേരളം ഭരിച്ചാലും നീ പ്രമാണത്തിൽ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു ഭരണാധികാരികൾക്ക് ദൈവത്തിന്റെ സഭയെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ സഭയെ തൊടാൻ സമ്മതിക്കത്തില്ല. ഇതിനേക്കാളും വലിയ ചക്രവർത്തിമാരും രാജാക്കന്മാരും അരങ്ങുവാണപ്പോഴും ദൈവത്തിന്റെ സഭ കുതിച്ചു പാഞ്ഞ ചരിത്രമേ വേദപുസ്തകത്തിനകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, ഒരു നേതാക്കന്മാർക്കും സഭയെ പണിയുവാൻ കഴിയത്തില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും സഭയെ കൈത്താങ്ങുവാൻ കഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വത്രം ഇലക്ഷൻ നിൽക്കുന്ന ദൈവദാസന്മാർ കാണും, പാസ്റ്റർമാർ കാണും. ഞാൻ അവരെ പാസ്റ്റർ എന്ന് പറയത്തില്ല. സ്വത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാഷ്ട്രീയം കളിക്കാനല്ല ദൈവം നിന്റെ കരങ്ങൾ ബൈബിൾ തന്നത്. സ്വത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ആരാധിക്കാനാണ് നിന്നെ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് നീ വീണ്ടും ലോകത്തേക്ക് ഇറങ്ങി പോവുക. സ്വത്രം, ഹല്ലേലൂയ. ലോകത്തിലെന്തോ കിട്ടും, എനിക്ക് സമാധാനം കിട്ടും, ഞങ്ങളുടെ സഭയെ സംരക്ഷിക്കും, ഞങ്ങൾക്കൊരു പേര് കിട്ടും. നോ. സ്വത്രം, അപ്പോസ്തലന്മാർ വാളിൻ്റെ മുമ്പിൽ തലവെച്ചു കൊടുക്കുമ്പോഴും സ്വത്രം അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊരു ഉണർവ് ശക്തമായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഒരു വലിയ പ്രതികൂലത്തിലൂടെ കേരളം മാറും. അത് ചിലരെ പുറത്തു കൊണ്ടുവരാനാണ്. ആ കൂട്ടത്തിൽ നാം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ നാവായി നിൽക്കുന്ന കൂട്ടമായി നാം മാറണം. സ്വത്രം ദൈവത്തിന് വേണ്ടി മോർദെഖായിയെ പോലെ സ്വത്രം കൊടുങ്കാറ്റിനെ തിരിച്ചറിയുന്നവരായി, സ്വത്രം പ്രതികൂലത്തെ തിരിച്ചറിയുന്ന കൂട്ടമായി ദൈവമക്കളെ നീ മാറുന്നുവെങ്കിൽ നീയും നിന്റെ ഭവനവും സുരക്ഷിതമായിരിക്കും. നീയും നിന്റെ ഭവനം സുരക്ഷിതമായിരിക്കും. സ്വത്രം കട്ടളമേലും കുറുമ്പടിമേല് സ്വത്രം കുഞ്ഞാടിന്റെ രക്തം പുരണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ സംഹാരകൻ കടന്നു വരികയില്ല. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഇവിടെ നടക്കുന്ന യുദ്ധങ്ങൾ ദൈവസഭയ്ക്കുള്ള മുന്നറിയിപ്പുകളാ. യഹൂദനെ ആട്ടുകൊറ്റന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. എന്നാൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് വിലയേറിയതും സ്വത്രം ദൈവികമായതും സ്വത്രം നിഷ്കളങ്കനുമായ നസ്രയനായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. ഞാൻ യഹൂദനേക്കാൾ ഉന്നതനെന്ന് ഉറപ്പിച്ച് പറയുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയും? സ്വത്രം യഹൂദനേക്കാൾ ഉന്നതനാണ് ദൈവത്തിന്റെ സഭ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇന്ന് പകൽക്കാലം ഒന്ന് പറ. ഹല്ലേലൂയ, സ്വത്രം, ഹല്ലേലൂയ. നിന്റെ ചിന്താഗതികൾ മാറരുത്. സ്വത്രം പ്രമാണം വിട്ട് നീ ഓടരുത്. ഹല്ലേലൂയ. മോർദെഖായി പറഞ്ഞത്, നീ പ്രമാണം വിട്ടു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഗ്രൂപ്പിനോട് ഞാൻ പറയുന്നത്, സ്വത്രം ആര് ഭരിക്കട്ടെ, സ്വത്രം, ഹല്ലേലൂയ. എന്നോട് വിയോജിപ്പുള്ളവർ കാണും, പക്ഷെ എൻ്റെ വിഷയമേ അല്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്വത്രം പ്രമാണം വിടുന്നവനെ ദൈവം തൊടുന്ന കാലമായിരിക്കും. 26ന്റെ പകുതികളിൽ സ്വത്രം ദൈവം തൊടും, ദൈവം തൊടും, ദൈവം അലക്കും, ദൈവം ചിലരെ പുറത്ത് ചാടിക്കും. സ്വത്രം, ഹല്ലേലൂയ. സ്വത്രം കള്ളന്മാരായി, സ്വത്രം ചെന്നായ്ക്കൾ, സ്വത്രം ആട്ടിന്റെ വേഷം ധരിച്ച് ആലയത്തിനകത്തും സഭയ്ക്കകത്തും കുടുംബങ്ങൾക്കകത്തും കേറിയിറങ്ങി ദൈവസഭകളെ നശിപ്പിക്കുന്ന, കൂട്ടായ്മകളെ നശിപ്പിക്കുന്ന, ദൈവമക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദുരുപദേശങ്ങളിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോകുന്ന സ്വത്രം കാബിലിടയന്മാരെ ദൈവം തൊടുന്ന വർഷമായിരിക്കും 26 ഇന്ന് പകൽക്കാലം. സ്വത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, എഴുതി വെച്ചോ, ദൈവത്തിന്റെ കരം സ്വത്രം വെളിപ്പെടുന്ന വർഷമാ. ഹല്ലേലൂയ,
സ്വത്രം. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുക പാസ്റ്റർമാർ കാശിന് വേണ്ടി സ്വത്രം വോട്ടുകൾ സ്വത്രം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വത്രം രാഷ്ട്രീയക്കാർ നിൽക്കുക. കാര്യമെന്നറിയാമോ? സ്വത്രം നാം അറിയാതെ നമ്മുടെ അണിയറകളിൽ സ്വത്രം, നമ്മുടെ മുൻനിരകളിൽ സ്വത്രം ചില സ്വത്രം ഹാലലൂയ ചെന്നായി കൂട്ടങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയാൻ വെളിപ്പാടുള്ളവരായി മാറണമെന്ന്. ഹാലലൂയ, ഹാലലൂയ. ചെന്നായ്ക്കളെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കണ്ണുകളടയ്ക്കാമോ? ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാമോ? സ്വത്രം നോക്കിയേ, ഓർത്തേക്കായി പറഞ്ഞ ഒറ്റ ഒരു കാര്യം, നീ എത്ര ഉയരങ്ങളിലേക്ക് കയറി ചെന്നാലും, എത്ര സ്ഥാനമാനങ്ങളിലേക്ക് കയറി ചെന്നാലും പ്രമാണം വിടല്ലസ്തരെ, പ്രമാണത്തിനകത്ത് നിന്നോണ്, അവിടെ വിട്ടു പോകരുത്. ആ പ്രമാണത്തിൽ നിൽക്കുന്നവനോട് കൂടെയാ ദൈവം നിൽക്കുന്നത്. ദൈവം നിൽക്കുന്നത് പ്രമാണത്തിനോട് കൂടെ നിൽക്കുന്നവനോട് ദൈവം നിൽക്കത്തുള്ളൂ. സംഘടന കൂടെ നിൽക്കുന്നവനോട് ദൈവം നിൽക്കത്തില്ല. പ്രമാണത്തിനോട് കൂടെ നിൽക്കുന്നവൻ കൂടിയാ ദൈവം നിൽക്കുന്നത്. എല്ലാ കാലത്തിലും എല്ലാ കാലത്തിലും എന്റെ ദൈവത്തിനൊരു ഒരേ നീതിയേ ഉള്ളൂ. ദൈവം മാറ്റി മാറ്റി പറയുന്നവനല്ല. പ്രമാണം വിടുന്നവനെ ദൈവം വിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറാനിൽ നടക്കുന്ന ആ യുദ്ധത്തിന്റെ നടുവിൽ ഇറാനിലുള്ള ഒരു സുവിശേഷക പറഞ്ഞത് എങ്ങനെയാ? സ്വത്രം ഹല്ലേലൂയ, അറബ് രാജ്യങ്ങളിലേക്ക് കത്തിപ്പടരുന്ന ഒരു ഉണർവായത് മാറും. നോക്കിയേ, സ്വത്രം യുദ്ധത്തിന്റെ ഇടവിലും ആത്മീയ നിലവാരങ്ങളെ കാണുന്ന അഭിഷക്തമാർ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. സ്വത്രം പ്രതികൂലം വർദ്ധിക്കുമ്പോൾ നീ ആത്മനിറവിൽ പറ, ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. സ്വത്രം ഹല്ലേലൂയ. നീ തളർന്നിരിക്കുകയാണോ? രോഗിയായിരിക്കുകയാണോ? നീ ഏതെങ്കിലും വിഷയങ്ങൾ തകർന്നിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം പറ, ഈ പ്രതികൂലത്തിന്റെ നടുവില് എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ശക്തമായി വെളിപ്പെടും. സൗഖ്യത്തിന്റെ കരം വെളിപ്പെടും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വത്രം ഹല്ലേലൂയ. ചില രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തോടു കൂടി പ്രാർത്ഥിച്ചാട്ടെ. അഭിഷക്തമാർ ഇന്ന് പകൽക്കാലം അഭിഷേകത്തോടു കൂടി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കേ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം വെളിപ്പെടട്ടെ. യെസ്, ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാ. ഹല്ലേലൂയ. ഓ റവലവ ശംതരെ, ഓ ഞാൻ നിനക്ക് തീമതിലായിരിക്കും. സ്വത്രം ഹല്ലേലൂയ. ഞാൻ നിനക്ക് തീമതിലായിരിക്കും. നിന്റെ ഭവനത്തിന് തീമതിലായിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. ഓ സ്വത്രം, ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ സ്വത്രം തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഉത്തരമില്ലാതിരിക്കുന്നവരുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടു കൂടി ഇരിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ശബ്ദം സ്വത്രം ആ ഭവനങ്ങളെ ഉണർത്തട്ടെ. ഈ പ്രഭാതത്തിൽ പുതിയ വാതിലുകൾ തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രു അടച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കട്ടെ. സ്വത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം ഭവനങ്ങളിൽ മേൽ വെളിപ്പെടട്ടെ. ഓ റവലവ ശംതരെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ വണ്ണം ആത്മീയ ദർശനങ്ങൾ മങ്ങിപ്പോയവർ, ഓ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ ഇന്ന് പകൽക്കാലം സ്വത്രം കൃപാവരങ്ങളാൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ സ്വത്രം ലിൻസി, ഓ സ്വത്രം എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന ദൈവ സ്വത്രം സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നത് സ്വത്രം ചില വിഷയങ്ങൾ നീ ഇപ്പോഴും സ്വത്രം പുറത്തു വന്നിട്ടില്ല. ചില വിഷയങ്ങൾക്കുള്ളില സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നത് ഹല്ലേലൂയ, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ചില ദിവസങ്ങൾക്കകത്ത് സ്വത്രം ഒരു വലിയ ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. സ്വത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സകല വഴിയും അടഞ്ഞ എന്ന മനോഭാവം നിന്റെ ഉള്ളിൽ നിന്ന് മാറ്. സ്വത്രം. ഞാൻ തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. സ്വത്രം. പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂതായി കൈമാറുന്നത് സ്വത്രം നിന്റെ സങ്കുചിതമായ സ്വത്രം അവസ്ഥയിൽ നിന്നും, സ്വത്രം ഇടുങ്ങിയ ചിന്താഗതകളിൽ നിന്നും സ്വത്രം പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുക. സ്വത്രം. ഹല്ലേലൂയ. നിന്റെ ഇടുങ്ങിയ ചിന്താഗതികൾ മാറട്ടെ. സ്വത്രം. പരിധികൾ വെച്ച്, സാഹചര്യങ്ങൾ വെച്ച് നീ അളന്നു വെച്ചിരിക്കുന്ന ചിലതുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നത് വിശാലതും വിശാലമായ ഒരു പദ്ധതിയാണ് നിന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് പുറത്തു വരുവാൻ നീ നിന്നെ തന്നെ സമർപ്പിക്കുക. വീടിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുക. നിന്റെ ഭവനത്തിന്റെ കാവൽ നീ ഏറ്റെടുക്കുക. ശത്രു കയറി വരാതെ വണ്ണം നിന്റെ ഭവനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നിന്നിൽ സുരക്ഷിതമാക്കി തരികയാ. ഇന്ന് പകൽക്കാലം ഈ ദൂതനെ ഏറ്റെടുക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക. ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്.
ഹല്ലേലൂയ. ഓ റാബാലാബ ശംധരേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യെസ് ഹല്ലേലൂയ. ഓ സ്വത്രം ബിജോയ് എന്ന് പറയുന്ന നിവേശിച്ചിരിക്കുന്ന ദൈവദാസനെ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂതായി കൈമാറുകയാണ്. സ്വത്രം ഹല്ലേലൂയ. ശൂന്യതകളെ പണിയുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാ. സ്വത്രം ഓടി ഓടി അധ്വാനിച്ചു. സ്വത്രം ഹല്ലേലൂയ. ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. സ്വത്രം ഹല്ലേലൂയ. എന്നെ എവിടെ ചെന്ന് എത്തിച്ചേരും? സ്വത്രം പ്രതീക്ഷ അറ്റുപോകുന്ന നിലവാരങ്ങൾ. എന്നാൽ എന്റെ ദൈവം പറയുക, സ്വത്രം ആത്മീയ തലങ്ങളെ പണിയുവാൻ ഒരു നെഹമ്യാവിനെ പോലെ ദൈവം ഈ കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്ന ഓ സ്വത്രം നിന്റെ ആത്മീയ നിലവാരത്തെ ഓ സ്വത്രം കണ്ണു തുറന്നൊന്ന് കാണ്. സ്വത്രം അടങ്ങിയിരിക്കരുത്, മിണ്ടാതിരിക്കരുത്. ചിലതിനെ പ്രോസസ് ചെയ്യുവാൻ, ചില വാക്തത്വങ്ങളെ കൈവശമാക്കുവാൻ, ആത്മനിറവിൽ ചലിക്കുവാൻ നിന്റെ വീടിനകത്ത് ഓ സ്വത്രം ഒരു പടക്കളമാക്കി നീ മാറ്റ്. ഹല്ലേലൂയ. ഒരു യുദ്ധക്കളമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഈ പകൽക്കാലം ദൂതായി കൈമാറുകയാണ്. ഓ യുദ്ധക്കളമാക്ക്, യുദ്ധക്കളമാക്ക്. ചിലത് ശത്രു അപകരിച്ചു വെച്ചിരിക്കുന്ന മേഖലകൾ ഓ സ്വത്രം അധികാരത്തോട് പിടിച്ചു മറിക്കെ സ്വത്രം ചെന്നായിയെ പോലെ, കടിച്ചു കീറുന്ന ചെന്നായിയെ പോലെ ബെന്യാമിൻ മാറിയതുപോലെ നിന്റെ തീഷ്ണത പുറത്തു വരട്ടെ. ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ തീഷ്ണതയുടെ നിലവിൽ നിനക്ക് ചലിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നത് നെഹമ്യാവിനെ പോലെ പുറത്തു വാ. ഓ റാബാലാബ ശംധര. ഓ മൊർദെഖായിയെ പോലെ നീ സ്വന്തം കടിച്ചു കീറുന്ന നിലവാരത്തിൽ പുറത്തു വാ. ഓ റാബാലാബ ശംധരേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കണ്ണുകളടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയിലായിരുന്നാലും പ്രമാണത്തെ മുറുകെ പിടിക്കുക, പ്രമാണത്തെ മുറുകെ പിടിക്കുക. സ്വത്രം മനുഷ്യന്റെ ചിന്താഗതികളിൽ ഓടാതെ, ജ്ഞാനത്തിന്റെ അറിവിന്റെ വഴികളിൽ സഞ്ചരിക്കാതെ വചനത്തെ മാറോട് ചേർത്ത് സഞ്ചരിക്കുക. സ്വത്രം ഹല്ലേലൂയ. നിനക്ക് വഴി അറിയത്തില്ലെങ്കിലും, സ്വത്രം നിനക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലെങ്കിലും, എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ കൈമാറാം എന്റെ ദൈവത്തിന്റെ വചനത്തിന്. ഓ സകല വഴികളും അറിയാം, സകല പദ്ധതികളും അറിയാം. ഇന്ന് പകൽക്കാലം അവൻ വഴി തെറ്റിക്കുന്ന ദൈവമല്ല, അവൻ വഴി തുറക്കുന്ന ദൈവമാണ്. അവൻ നീതിയുടെ വഴി തുറക്കുന്ന ദൈവമാ. സ്വത്രം ചെങ്കടൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാ. യോർദാൻ നിനക്ക് വേണ്ടി അത്ഭുതമാക്കി തീർക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ കൂട്ടായ്മയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കേട്ട ദൂതുകൾ, ദൈവവചനം ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. വീടുകളിൽ ശുശ്രൂഷകന്മാർക്ക് ഓ സ്വത്രം ദേശത്തിൻ്റെ കാവൽക്കാർക്ക് ഒരു വലിയ ബ്ലെസ്സിംഗ് ആയി മാറട്ടെ കർത്താവേ. അവരുടെ മേൽ നീ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ നിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുറത്തു വരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ഭവനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ശത്രു ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇതൊരു വലിയ അത്ഭുതമായി ഭവനങ്ങൾ വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം. നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസരങ്ങൾ ഒരുക്കിയ അഭിഷക്തിക്കും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.